ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ചോദ്യങ്ങളുമായിട്ട് വന്നതാണ്. ഒരു 10 ചോദ്യങ്ങൾ സൈക്കോളജിയുടെ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളൊന്ന് നോക്കുക, ആൻസർ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ശേഷം നമ്മൾ ആൻസർ ഒന്ന് പരിശോധിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കുക. ഒരു കുട്ടി ആരുടെയും നിർബന്ധം കൂടാതെ ഫുട്ബോൾ കളിക്കുന്നതും ക്രിക്കറ്റ് കളിക്കുന്നതും ഡാൻസ് കളിക്കുന്നതും എല്ലാം ഏതു തരം അഭിപ്രേരണ കൊണ്ടാണ്? ബാഹ്യം, ആന്തരികം, സിദ്ധിവൈഭവം, സംതൃപ്തി. ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ബാഹ്യ അഭിപ്രേരണയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത്, സമ്മാനം കിട്ടാനായി ഫുട്ബോൾ കളിക്കുന്നത്, ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത്, ഫുട്ബോളിനോടുള്ള ഇഷ്ടം കൊണ്ട് ഫുട്ബോൾ കളിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ശിശുവിൻ്റെ മാനസിക ആവശ്യങ്ങളിൽ ഒന്നാണ് അംഗീകാരം, ഉല്ലാസം, വിശ്രമം, ഭക്ഷണം. നാലാമത്തെ ചോദ്യം, ഒരു സമയം ഒരു കഴിവ് മാത്രം വികസിക്കാൻ ഉതകുന്ന പരിശീലന പരിപാടിയാണ് ടീം ടീച്ചിങ്, മൈക്രോ ടീച്ചിങ്, സിമുലേഷൻ ഇവയെല്ലാം. അഞ്ചാമത്തെ ചോദ്യം, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള നേരിട്ടുള്ള വിവരശേഖരണം ഏത് പേരിൽ അറിയപ്പെടുന്നു? പരീക്ഷണം, നിരീക്ഷണം, അന്തർദർശനം ഇവയൊന്നുമല്ല. ആറാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഒരു ക്ലാസ്സിലെ പ്രതിഭാശാലിയായ കുട്ടിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന സാഹചര്യം. താഴെ തന്നിരിക്കുന്നതിൽ ഒരു ക്ലാസ്സിലെ പ്രതിഭാശാലിയായ കുട്ടിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന സാഹചര്യം: അമിത ആവർത്തനം, വെല്ലുവിളികളില്ലാത്ത പഠന പ്രവർത്തനങ്ങൾ, കുട്ടിയെ മനസ്സിലാക്കാത്ത അധ്യാപകർ ഇവയെല്ലാം. ഏഴാമത്തെ ചോദ്യം, ക്ലാസ് ചുമരുകൾ എപ്പോഴും വൃത്തികേടാക്കുന്ന അപ്പുവിനെ ക്ലാസ് ചുമരുകൾ വെള്ളയടിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും അധ്യാപിക നിയോഗിക്കുന്നു. ഇവിടെ പ്രകടമാക്കുന്ന സമായോജന തന്ത്രം ഏതാണ്? താദാത്മീകരണം, അനുപൂരണം, ഉദാത്തീകരണം, നിഷേധം. എട്ടാമത്തെ ചോദ്യം, ഏത് സാഹചര്യത്തിൽ നടപ്പിലാക്കിയാലും ഒരേ സ്കോർ ലഭിക്കുന്നുവെങ്കിൽ അത്തരം ടെസ്റ്റിൻ്റെ ഏതു ഗുണമാണ് ഇവിടെ പ്രകടമാകുന്നത്? സാധുത, വിവേചനപരത, വസ്തുനിഷ്ഠത, വിശ്വാസ്യത. ഒൻപതാമത്തെ ചോദ്യം, വ്യക്തിത്വ ഘടനയിൽ ഇതുമായി ബന്ധപ്പെട്ട സവിശേഷത ഏത്? സുഖതത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നു, മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് സന്മാർഗിക തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നു, യാഥാർത്ഥ്യബോധത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. പത്താമത്തെ ചോദ്യം, വെളിയിലേക്ക് നോക്കുക എന്നത് താഴെ തന്നിരിക്കുന്ന ഏത് മനഃശാസ്ത്ര പഠന രീതിയുമായി ബന്ധപ്പെടുന്ന പദമാണ്? നിരീക്ഷണ രീതി, പരീക്ഷണ രീതി, ആത്മനിഷ്ഠാരീതി, അഭിമുഖ രീതി. ഓക്കെ, 10 ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു നോക്കി. ഇനി ഇതിലെ ആൻസേഴ്സ് എന്ത് ചെയ്യാം, പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു കുട്ടി ആരുടെയും നിർബന്ധം കൂടാതെ ഫുട്ബോൾ കളിക്കുന്നതും ക്രിക്കറ്റ് കളിക്കുന്നതും ഡാൻസ് കളിക്കുന്നതുമെല്ലാം ഏതു തരം അഭിപ്രേരണ കൊണ്ടാണ്? ബാഹ്യ അഭിപ്രേരണയാണോ? ഒരു കുട്ടി ആരുടെയും നിർബന്ധം കൂടാതെയാണ്, അപ്പോൾ ബാഹ്യ അഭിപ്രേരണയല്ല. തീർച്ചയായിട്ടും അതെന്തായിരിക്കും? ആന്തരിക അഭിപ്രേരണയാണ്. ഓക്കെ, ആന്തരിക അഭിപ്രേരണ കൊണ്ടാണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ബാഹ്യ അഭിപ്രേരണയ്ക്ക് ഉദാഹരണം അല്ലാത്തതേത്? ഓക്കെ, ബാഹ്യ അഭിപ്രേരണയ്ക്ക് അല്ലാത്തതാണ് ചോദിച്ചത്. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത്. ഓക്കെ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക, പരീക്ഷ ബാഹ്യ അഭിപ്രേരണയാണ്. സമ്മാനം കിട്ടാനായി ഫുട്ബോൾ കളിക്കുന്നത്, സമ്മാനം ബാഹ്യ അഭിപ്രേരണയാണ്. ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് ബാഹ്യ അഭിപ്രേരണയാണ്. ഫുട്ബോളിനോടുള്ള ഇഷ്ടം കൊണ്ട് ഫുട്ബോൾ കളിക്കുന്നത്, അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആണ് ബാഹ്യ അഭിപ്രേരണയ്ക്ക് ഉദാഹരണമല്ലാത്തത്. ഇത് ആന്തരിക അഭിപ്രേരണയാണ്. ബാക്കി പരീക്ഷയ്ക്ക് വേണ്ടിയും സമ്മാനം കിട്ടാനും ശമ്പളത്തിന് വേണ്ടിയൊക്കെ വരുന്നത് ബാഹ്യ അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്. ഇവിടെ ചോദിച്ചത് അല്ലാത്തതാണ്, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ശിശുവിൻ്റെ മാനസിക ആവശ്യങ്ങളിൽ ഒന്നാണ് എന്ത് എന്ന് പറയുന്നത്? അംഗീകാരം. മാനസിക ആവശ്യങ്ങളിൽ ഒന്നാണ് അംഗീകാരം. നാലാമത്തെ ചോദ്യം, ഒരു സമയം ഒരു കഴിവ് മാത്രം വികസിപ്പിക്കാൻ ഉതകുന്ന പരിശീലന പരിപാടിയാണ് മൈക്രോ ടീച്ചിങ് എന്നത്. അഞ്ചാമത്തെ ചോദ്യം, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ള നേരിട്ടുള്ള വിവരശേഖരണം ഏത് പേരിൽ അറിയപ്പെടുന്നു? നിരീക്ഷണം.
ഓക്കെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നിരീക്ഷണം. ആറാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഒരു ക്ലാസ്സിലെ പ്രതിഭാശാലിയായ കുട്ടിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന സാഹചര്യം. ഓക്കെ, പ്രതിഭാശാലിയാണ് ആ കുട്ടിക്ക് അമിതമായിട്ടുള്ള ആവർത്തനം തീർച്ചയായിട്ടും അസ്വസ്ഥതയുണ്ടാക്കും. അപ്പോൾ ഇതായിരിക്കും ഉത്തരം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? കറുപ്പിക്കും. കഴിഞ്ഞില്ല, ഓപ്ഷൻസ് മുഴുവൻ വായിക്കണം. വെല്ലുവിളികളില്ലാത്ത പഠന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് എന്തായിരിക്കും? അസ്വസ്ഥതയുണ്ടാക്കും. വെല്ലുവിളികൾ വേണം, കാരണം ആ കുട്ടി പ്രതിഭാശാലിയായ കുട്ടിയാണ് അല്ലേ? അപ്പോൾ ഇതും അസ്വസ്ഥതയുണ്ടാക്കും. കുട്ടിയെ മനസ്സിലാക്കാത്ത അധ്യാപകർ, അതും അസ്വസ്ഥതയുണ്ടാക്കും. അപ്പോൾ ഇവയെല്ലാം എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഏഴാമത്തെ ചോദ്യം, ക്ലാസ് ചുമരുകൾ എപ്പോഴും വൃത്തികേടാക്കുന്ന അപ്പുവിനെ ക്ലാസ് ചുമരുകൾ വെള്ളയടിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും അധ്യാപിക നിയോഗിക്കുന്നു. ഇവിടെ പ്രകടമാകുന്ന സമായോജന തന്ത്രമേത്? അതായത് സൊസൈറ്റി അംഗീകരിക്കാത്തൊരു കാര്യത്തെ സൊസൈറ്റി അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടാണ് ഇവിടെ ഒരു നടക്കുന്നത് അല്ലേ? അതെന്താണ്? അതെന്ന് പറയുന്നത് ഉദാത്തീകരണമാണ്. ഉദാത്തീകരണം. എട്ടാമത്തെ ചോദ്യം, ഏത് സാഹചര്യത്തിൽ നടപ്പിലാക്കിയാലും ഒരേ സ്കോർ ലഭിക്കുന്നുവെങ്കിൽ അത്തരം ടെസ്റ്റിൻ്റെ ഏത് ഗുണമാണ് ഇവിടെ പ്രകടമാകുന്നത് ചോദിച്ചാൽ വിശ്വാസ്യതയാണ്. ഒൻപതാമത്തെ ചോദ്യം, വ്യക്തിത്വ ഘടനയിൽ ഇതുമായി ബന്ധപ്പെട്ട സവിശേഷത ഏതാണ്? സുഖതത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നു, മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ്, സന്മാർഗിക തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നു, യാഥാർത്ഥ്യ ബോധത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇതിലെ വ്യക്തിത്വമായി ഇതുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചത്. സുഖതത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, പത്താമത്തെ ചോദ്യം, അവസാന ചോദ്യം, വെളിയിലേക്ക് നോക്കുക എന്നത് താഴെ തന്നിരിക്കുന്ന ഏത് മനഃശാസ്ത്ര പഠന രീതിയുമായി ബന്ധപ്പെടുന്ന പദമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരീക്ഷണ രീതിയാണ്. നിരീക്ഷണ രീതി. അപ്പോൾ 10 ചോദ്യങ്ങൾ എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയായിട്ടുണ്ട്, എത്ര എണ്ണം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ തെറ്റിയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. നന്ദി.